നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപിയോട് പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ വലിയ നിരാശയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ അദ്ദേഹം മറച്ചു വച്ചില്ല. അദ്ദേഹം പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി വീട്ടിൽ പോയതും ആ പ്രതിപക്ഷ നേതാവ് എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വീട് പൂട്ടി പുറത്തു പോയതുമൊക്കെയുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ അദ്ദേഹം നിരാശ മറച്ചു വയ്ക്കാതെ തന്നെ പ്രതികരിച്ചതാണ്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരാശയൊക്കെ മാറ്റിവെച്ച് വീണ്ടും കേരള സമൂഹത്തോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ആദ്യം മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വട്ടിയൂർക്കാവിൽ അദ്ദേഹം MLA ആയിരുന്നു. വട്ടിയൂർക്കാവിൽ അദ്ദേഹം ജനസമ്മതനായ ഒരു MLA ആയിരുന്നു. വളരെയധികം വ്യക്തിബന്ധങ്ങളുള്ള ഒരു MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ തനിക്ക് ഇനിയും വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കെ മുരളീധരനുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ആ പ്രവർത്തനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചാർജ് ഏറ്റെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചാർജായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് കെ മുരളീധരൻ ചാർജ് ഏറ്റെടുത്തെങ്കിലും BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രചരണമല്ല, മറിച്ച് വട്ടിയൂർക്കാവിൽ തനിക്ക് ഇനിയും മത്സരിക്കാൻ കഴിയുമോ, വട്ടിയൂർക്കാവിൽ വീണ്ടും നിലമൊരുക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നോക്കിയത്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലവും ഉപേക്ഷിച്ച് തിരുവമ്പാടിയിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് വരുന്നത്. അതായത് വട്ടിയൂർക്കാവ് മണ്ഡലം ഇപ്പോൾ BJPയുടെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, BJPയുടെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി വിജയിക്കുന്നത് LDFിൻ്റെ MLA ആണ്. VK പ്രശാന്താണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ MLA. LDFിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലവിലുണ്ട്. മാത്രമല്ല BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ലീഡ് BJP നിലനിർത്തുന്നു. അതോടൊപ്പം നഗരസഭ BJP പിടിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും BJPക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് വിട്ട് തിരുവമ്പാടിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, തിരുവമ്പാടി മണ്ഡലത്തിൽ കെ മുരളീധരൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തിരുവമ്പാടി മണ്ഡലം നമുക്കറിയാം, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഈ മണ്ഡലം വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത്. അതിലാവശ്യപ്പെടുന്നത് തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്വത്തിൻ്റെ കാവലാൾ വേണം എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. മാത്രമല്ല മലയോര മണ്ണിലേക്ക് കെ മുരളീധരന് സ്വാഗതം എന്നാശംസിച്ചുകൊണ്ടും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാ പാർട്ടിയും എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിപ്പോൾ. സ്ഥാനാർത്ഥി നിർണയം മുതൽ പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ അനൗപചാരികമായി നിശ്ചയിച്ച് അവരെ പാർട്ടികൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൂ, ഇവ നിങ്ങളുടേതാണ് എന്ന് പല സ്ഥാനാർത്ഥികളെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം തുടരുന്നത്. പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിങ്ങളാണ് എന്ന് നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് അനുമതി നൽകുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിരിക്കുന്നു. അത് കോൺഗ്രസും CPM-ഉം BJP-യും എല്ലാം ചെയ്തിട്ടുണ്ട്. BJP അക്കാര്യത്തിൽ ഒരു പടി മുന്നിലുമാണ്. കാരണം BJPക്ക് ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അനൗപചാരികമായി ആയി കഴിഞ്ഞിരിക്കുന്നു. അവർ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയുമാണ്. ഈ ഘട്ടത്തിൽ മലയോര മണ്ണിലേക്ക് മുരളീധരന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ പോസ്റ്ററുകൾ വരണമെങ്കിൽ തീർച്ചയായും അതിൽ എന്തോ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇത് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലം ഉപേക്ഷിച്ച് തിരുവമ്പാടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ ജില്ല വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ടയാളല്ല കെ മുരളീധരൻ. അതുകൊണ്ട് ഇവിടെ തന്നെ മത്സരിക്കട്ടെ എന്ന
എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം ആവശ്യപ്പെടുന്നത്. വട്ടിയൂർക്കാവ് ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കുള്ള മണ്ഡലമാണ്. കാരണം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും BJPക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു മണ്ഡലം തേടിപ്പോവുകയാണ് കെ മുരളീധരൻ. നേരത്തെ പറഞ്ഞിരുന്നത് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ്. കാരണം വട്ടിയൂർക്കാവിലെ MLA ആയിരുന്നു കെ മുരളീധരൻ. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് വടകരയിൽ മത്സരിക്കാൻ പോയി, അവിടെ വിജയിച്ച് MP ആകുന്നു. പിന്നീട് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ പോകുന്നു, പക്ഷേ തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യം ആണ് മുരളീധരനെ ഏത് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന ഒരു തീരുമാനം മുരളീധരന് ഒരുപക്ഷെ പാർട്ടി വിട്ടുകൊടുത്തിരിക്കാം. അതുകൊണ്ട് തന്നെ തിരുവമ്പാടിയിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവ് പൂർണ്ണമായും BJPയുടെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും ഇത് നൽകുന്ന ഒരു സൂചനയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.